ഹായ് എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ടവരുടെ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടോ? അപ്പോഴേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഏത്തക്കാപ്പം ഇട്ടില്ലേ, അപ്പം ഞാൻ പറഞ്ഞില്ലേ അതൊരു ആദ്യത്തെ നിങ്ങൾ കണ്ടല്ലോ ഞാൻ ആ കോരി എടുക്കുന്നത് നല്ല മഞ്ഞ കളറിലാണ്. പിന്നെ ഉണ്ടാക്കിയപ്പോഴേ ഒരിത്തിരി കളർ വ്യത്യാസം വന്നേ. അപ്പോൾ ഒന്ന് അതിൽ പ്രിയ, ഉഷ, വിജയ്, നമ്മുടെ അത് എൻ്റെ സ്ഥിരം പഴയ സബ്സ്ക്രൈബറാണ്. ഉഷ ജയകുമാറും ഫസീല, ഇവർ മൂന്നും പറഞ്ഞു ബേക്കിംഗ് സോഡയും മഞ്ഞളൂടെ ചേർന്നിട്ടാണെന്ന്. അതാണോയെന്ന് എനിക്കൊരു ഡൗട്ട് എടുക്കാണ്. ഞാനത് ഉടനെ ഇച്ചിരി മഞ്ഞളും ബേക്കിംഗ് സോഡയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് കളർ വ്യത്യാസം വന്നില്ല. ഇനി മാവിൻ്റെ അകത്ത് ഇടുമ്പം വരുമെന്ന് അറിയത്തില്ല. എൻ്റെ കൂടുതലും സംശയം ആ ബേക്കിംഗ് സോഡയും നാരങ്ങാനീരൂടെ ചേർന്നുകൊണ്ടാണെന്നോന്നു, ഈ നാരങ്ങാനീര് ചേർത്തത് കൊണ്ടാണെന്നോന്നു എനിക്കൊരു ഡൗട്ടുണ്ട്. എനിവേ ഇനി നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ അനുജ ഒരു കമൻ്റ് ഇട്ടായിരുന്നു, ചേച്ചി അത് ഞാൻ നേരത്തെ കേട്ടിട്ടുള്ളേ. അപ്പോൾ എൻ്റെ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നതല്ല, പെട്ടെന്ന് പിള്ളേർ ചോദിച്ചോണ്ടേ പെട്ടെന്ന് അതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഏലക്കാപ്പൊടിയൊക്കെ ചേർക്കാൻ, ജീരകം ചേർക്കുന്നവരുണ്ട്. അതൊന്നും ചെയ്തില്ല, പെട്ടെന്ന് ഇച്ചിരി മാവ് കലക്കി അതിൻ്റെ അകത്തൊക്കെ ഇട്ട് എളുപ്പം ഉണ്ടാക്കി കൊടുത്തതാണ്. ദോശമാവോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ മാവോ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കലക്കി വെച്ചിട്ട് അതൊരു 2 മണിക്കൂർ വെക്കണമെന്ന്. അന്നേരം ബേക്കിംഗ് സോഡ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ 2 മണിക്കൂർ വെക്കുന്ന ഉടനെ അത് നന്നായി ഫെർമെൻറ്റേഷനായിട്ട് വീർത്ത് എണ്ണയൊന്നും കുടിക്കാത്ത ഏത്തക്കാപ്പം ഉണ്ടാക്കാമെന്നും അനുജ പറഞ്ഞായിരുന്നു. അപ്പോൾ എനിവേ അറിയാൻ വയ്യാത്തതുണ്ടെങ്കിൽ ഇതൊന്ന് അറിഞ്ഞോട്ടെന്നും പറഞ്ഞാൽ ഞാനീ പറയുന്നത് കേട്ടോ. ചിലപ്പം ബേക്കിംഗ് സോഡ ഇതുകൊണ്ടാണോന്നും എനിക്കറിയത്തില്ല, ആയിരിക്കാമെന്നും വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്തു നോക്കിയിട്ട് അതിന് കുറേ കഴിഞ്ഞിട്ടിനി ആവുമായിരുന്നോ എന്നറിയത്തില്ല. ആ ഉടനെ ഒന്നും ആയില്ല. പിന്നെ ഞാനെടുത്ത് കഴുകി കളഞ്ഞ്. ഇപ്പോൾ വൈകുന്നേരമാണ്. ഈ കൊതുകിനടിക്കുന്ന മരുന്നിന് പുകയുണ്ടല്ലേ, പുക അത് വണ്ടിക്കകത്ത് ആൾക്കാർ ഇപ്പം നേരത്തെ ഇരുട്ടാവുമല്ലേ, 6:30 ആയേ ഉള്ളൂ. നേരത്തെ എല്ലാം ഇരുട്ടായിട്ടുണ്ട്. പിന്നെ ഇനിയൊന്നുമില്ല, നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ പപ്പടം കണ്ടായിരുന്നു, അതിനാരും കമൻ്റ് ഇട്ടില്ല. സ്പേസ് വേണം. എൻ്റെ റാഗി പപ്പടം കണ്ടിട്ട് ആരും അതിന് കമൻ്റ് ഇട്ടില്ല കേട്ടോ. കൊള്ളാമെന്നോ ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്നോ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നോ ആരും കമൻ്റ് ഇട്ടില്ല. പിന്നെന്തുവാ, പിന്നൊന്നും. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിരുന്നു കമൻ്റ് ഇടുന്നെങ്കിൽ നിങ്ങൾ പറയല്. ഒരു മിനിറ്റ്, ഞാൻ കമൻ്റ് ഇട്ടായിരുന്നു ചേച്ചി, അതൊന്നും പറഞ്ഞില്ലെന്ന്. കാരണം ഇപ്പോൾ ഈ 6:30 വരെയുള്ള കമൻറ്റിൽ ഞാൻ പറഞ്ഞ എൻ്റെ റാഗി പപ്പടത്തിൻ്റെ കാര്യം ആരും ഒന്നും മിണ്ടിയില്ല. ഓക്കെ, ഇനി വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഇന്ന് സാറ്റർഡേ. പ്രീസം മോന് ഇന്നലെ എന്തോ അവധി ഉണ്ടായിരുന്നു. അപ്പോൾ അവരിന്ന് സാറ്റർഡേ അവന് ഫുൾ ഡേ കൊടുത്ത്. ആകെ രാവിലെ കരഞ്ഞത്. ഇത്ര ഒരു 3-4 ദിവസം അവധിയായിരുന്നു കേട്ടോ. ഈ 3-4 ഈ ആഴ്ച മൊത്തം അവധിയായിരുന്നു. എന്നിട്ട് അങ്ങോട്ട് പോകാൻ ആൾക്ക് സാറ്റർഡേയും കൂടെ നിറഞ്ഞുകൊണ്ടേ സാറ്റർഡേ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ഒരു ഭയങ്കര ഇതായിരുന്നു. ഇന്നതിന് പോയിട്ട് വന്ന്. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എൻ്റെ കൊച്ചിലത്തെ കാര്യം, പാതാമ്പുറത്ത് കയറി ഇരുന്ന് ചൂടടിക്കുമെന്നുള്ളത്. അപ്പോൾ എനിക്കൊരു മോളി ബാബു കമൻ്റ് ഇട്ടതാണ്. മോളി ബാബു പുള്ളിക്കാരുടെയും കുഞ്ഞിലെ ഇങ്ങനെ ചെയ്യുമായിരുന്നെന്ന്, ചൂടിന് വേണ്ടി ഇങ്ങനെ കയറിയിരിക്കുമായിരുന്നെന്ന്. അപ്പോൾ എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. ഒരു കൊതു പറക്കുന്നേ, അവനെ ഞാൻ പോയി അടിച്ചിട്ട് വരട്ടെ. അന്നേരം രാവിലെ ചായയൊക്കെ റെഡിയായി. ചായ എല്ലാവർക്കും കൊടുത്ത് ഞാനും കുടിക്കാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പിന്നെ പാസ്ത ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇപ്രാവശ്യം റേച്ചാൻ ഒരു കാബേജ് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നു. ദൈവമേ, ആ കാബേജ് കണ്ട ഉടനെ ഞാൻ ചോദിച്ചു, ഇത്രയും കാബേജ് എന്തിനാന്ന്. വലിയൊരു കാബേജായിരുന്നു. പക്ഷേ അത് എടുത്ത ഉടനെ ഇല്ല, പൂവിൻ്റെ ഭാരമേ ഉള്ളൂ. അതെന്ന് പറയുന്ന ഇല്ലേ ഇല, വലിയ ഇല. അപ്പോൾ അതിൻ്റെ ആ ഇലയുടെ നടുഭാഗത്ത് ഒരു ഇത് വരുമല്ലേ കാബേജിന്,
ആ തണ്ടൊക്കെ ഭയങ്കര കട്ടിയാണ്. നമ്മൾ തോരൻ അരിയുന്ന ഉടനെ ആ നടുഭാഗത്തുള്ള തണ്ട് അതെന്ന് പറയുന്നത് പിന്നെ ചിലർ കണ്ടിട്ടില്ല ഈ കാബേജിൻ്റെ ഇലയ്ക്കകത്ത് ഓരോന്നൊക്കെ വെക്കുന്നതൊക്കെ കുക്കിങ്ങിന് അതുപോലുള്ള ഇല ഇത് ഇലയാണ്. ഒരു പ്ലേറ്റിൻ്റെ അത്രയും ഉണ്ട് അതിൻ്റെ ഇല. അത് ഞാൻ കാണിക്കണമെന്ന് പറഞ്ഞിരുന്ന് അത് ഞാൻ തോരൻ വയ്ക്കാനായിട്ട് തനക്കം പുനക്കം അങ്ങ് മുറിച്ച് കളഞ്ഞു. അത് കഴിഞ്ഞാൽ ചിന്തിച്ചത് കാണിച്ചാൽ കൊള്ളായിരുന്നു. അപ്പോൾ അതാണ് എടുത്തത്. വേറും പൂ പോലുള്ള കാബേജ്, അത് ഒരു പച്ച കളറിലുമായിരുന്നു. അതാണ് ഞാനിപ്പം അരിഞ്ഞ് ഇതിൻ്റെ അകത്ത് നമ്മുടെ പാസ്തയ്ക്ക് എടുത്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ പാസ്ത ഇട്ട്. പാസ്ത ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ പിള്ളേർക്കെന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് വഹിക്കുക പ്രൈസനാ മിക്കതും കഴിക്കാത്തത്. ഇപ്പോൾ ഈ പാസ്ത ആണെങ്കിലും ആശാന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കൂടുതലും പാസ്ത ഉണ്ടാക്കുന്നത് ചൊവ്വാഴ്ച ദിവസം അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസമൊക്കെ, ചുരുക്കമായിട്ടേ ഇടദിവസമുണ്ട്. കാരണം ആ ദിവസങ്ങളിൽ ഈ പ്രൈസം മോന് ജങ്ക് ഫുഡ് ഒന്ന് ക്യാൻറ്റീൻ ഡേ ആയിരിക്കും. ആ ക്യാൻറ്റീൻ ഡേയിലും ജങ്ക് ഫുഡ് കൊണ്ടുപോകാൻ അലവുടുണ്ട്, അല്ലാതൊരു ജങ്ക് ഫുഡ് ഡേ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടിലും അഥവാ ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ വേറെ ദിവസം ഉണ്ടാക്കും. കൂടുതലും ആഴ്ച ആ ദിവസങ്ങളിലായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ പാസ്തയൊക്കെ റെഡിയായി. ഇന്നത്തെ പാസ്ത ഞാൻ എന്ന് നോർമലി വെക്കുന്ന പോലെ വെച്ചത്. ഇതിൻ്റെ അകത്ത് ഇത്തിരി കുരുമുളകൊക്കെ ഇട്ടു. പക്ഷേ എന്തോ ഒരിത്തിരി ലൂസ് പോലെ ആയതുകൊണ്ടാക്കി പോൾ വെച്ചു. മമ്മി ഇതിൻ്റെ അകത്ത് പാല് ചേർത്തോ മമ്മി, നല്ലൊരു വൈറ്റ് പാസ്തയുടെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ലടാ, ഞാൻ ഇന്നും ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നങ്ങനെ വലിയ കുക്കിംഗ് ഒന്നും വേണ്ട. ഇന്നലത്തെ തോരനൊക്കെ ഇച്ചിരി ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ ഒഴിച്ച് കൂട്ടാനെങ്ങാനും എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം. അപ്പോൾ ഇതങ്ങ് ചെയ്ത് പിന്നെ അങ്ങനെ കുക്കിംഗ് ഇല്ല എങ്കിലും നമുക്ക് അല്ലാത്ത ജോലികളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ചെയ്യണം. അതായത് ഇച്ചിരി ക്ലീനിങ്ങും പിന്നെ പിള്ളേരുടെ ഇപ്പോൾ തുണി 1-2 തുണി എൻ്റെ ഇച്ചിരി കീറിയതുണ്ട്. അപ്പോൾ എനിക്കിവിടെ മെഷീൻ ഉണ്ടായിരുന്നു. മെഷീൻ എനിക്കിവിടെ ഇടാൻ പറ്റാഞ്ഞ് വെറും തുച്ഛമായ വിലയ്ക്ക്. കാരണം ഇവിടെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ ഷിഫ്റ്റ് ആയതുകൊണ്ടേ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചോണ്ടെങ്കിൽ ഇത് വയ്ക്കാൻ സ്ഥലമില്ലാഞ്ഞും അതങ്ങ് കമ്പനിക്കാർക്ക് തന്നെ തുച്ഛമായ വിലയ്ക്ക് കൊടുത്തു. ഇപ്പം ചിന്തിക്കുന്നത് അത് കൊടുക്കണ്ടായിരുന്നു, അതുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒന്ന്. ഇപ്പോൾ സൗകര്യക്കുറവുകൊണ്ട് നമ്മളതങ്ങനെ ചെയ്തതാണ്. അപ്പോൾ എന്തെങ്കിലും ഡ്രസ്സെങ്ങാനും ഇങ്ങനെ കീറുവാണെങ്കിൽ നമ്മൾ കൈത്തയ്യൽ തയ്ക്കണം. ആ കൈത്തയ്യൽ എത്ര നമ്മൾ തയ്ച്ചാലും അതങ്ങോട്ട് നിൽക്കത്തില്ല. ഡ്രസ്സെന്ന് പറഞ്ഞാൽ എൻ്റെ നൈറ്റിയോ വല്ലതും ഒന്ന് നീളം കുറയ്ക്കുകയോ അങ്ങനെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒന്ന് നീളം കുറയ്ക്കാൻ കൊടുക്കുന്നതിന് അവർ 25-30 രൂപ എടുക്കുക. പണ്ടൊക്കെ ആണെങ്കിൽ 10 രൂപയൊക്കെ ഉള്ളായിരുന്നു ഒന്ന് പുതിയ ഡ്രസ്സ് നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ ഒന്നുകൂടെ അടുപ്പിക്കുന്നതിന്. ഇപ്പോൾ ഇത്രയൊക്കെ. കഴിഞ്ഞ ദിവസം പോളിൻ്റെ 5 ട്രാക്ക് പാൻറ്റ് കൊടുത്തത് 150 രൂപയായി. അപ്പോൾ സാമ്പാർ വയ്ക്കാനായിട്ട് പൊടികൾ ഒരു 2.5 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ മൊത്തത്തിൽ എടുത്തില്ല. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഞാൻ നമ്മുടെ വെജിറ്റബിളിലോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കുറച്ച് അരിഞ്ഞെടുത്തായിരുന്നു. തുമര ഞാൻ നിന്ന് ഇത്തിരി നേരം വെള്ളത്തിലൊന്ന് കുതിർത്തിട്ടാണ് ഇത് ചേർത്തത്. അപ്പം പുളിയും ഒക്കെ ഞാൻ വെള്ളത്തിലിട്ട് തിളപ്പിച്ച വെള്ളത്തിൻ്റെ മുകളിൽ പാത്രത്തിലിട്ട് വെച്ചു. അപ്പോൾ അത് നന്നായി അലിഞ്ഞ് ഇതിപ്പം പിഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് ചേർത്ത പുളിവെള്ളവും എല്ലാം കൂടെ ചേർത്താങ്ങ് വെക്കുന്നത്. പിന്നെ ലാസ്റ്റ് നമുക്ക് കടുക് വറുത്താൽ മതി. അതേസമയം കട്ടക്കായ നിങ്ങൾ ചേർക്കുന്നവരാണെങ്കിൽ ഈ സമയം കട്ടക്കായ ഇട്ട് കൊടുക്കണേ. ഞാനിപ്പോൾ പൊടി ആയതുകൊണ്ട് കായപ്പൊടി ആയതുകൊണ്ട് ലാസ്റ്റ് കടുക് വറുക്കുന്ന സമയത്ത് ചേർക്കത്തേ ഉള്ളൂ. പണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിന് മുമ്പിട്ടൊക്കെ എനിക്ക് സാമ്പാർ വെച്ചിട്ട് കടുക് വറക്കുമ്പോഴാണ് ഈ കായപ്പൊടി ഇടുമ്പോഴാണ് ആ സാമ്പാറിന് നല്ലൊരു മണം. ഞാനെന്തോ ചെയ്യുന്നു കായപ്പൊടി ചേർക്കുമായിരുന്നു. ആ സാമ്പാർ തിളയ്ക്കുമ്പം അതിൻ്റെ അകത്ത് ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അത്ര അങ്ങോട്ടൊരു മണം വരത്തില്ല. നമ്മളിപ്പോൾ കടുക് വറക്കുന്ന സമയത്ത് കായപ്പൊടി ഇട്ടിട്ട് ഈ സാമ്പാറിൻ്റെ അകത്ത് കഷ്ണത്തിൽ ഒഴിക്കുവാണെങ്കിൽ നല്ല മണമാണ്. നല്ല സാമ്പാറിൻ്റെ മണം നമുക്ക് എടുത്ത് മനസ്സിലാക്കും. പോളിന് ഇഡലിയുടെ കൂടെ സാമ്പാർ കൊടുക്കുകയാണെങ്കിൽ അവന് ഈ കഷ്ണങ്ങളുള്ള സാമ്പാർ ഇഷ്ടമല്ല. ഈ ഉടുപ്പി സ്റ്റൈൽ സാമ്പാറുണ്ടല്ലോ, ഒരു ഇച്ചിരി മധുരമൊക്കെ ഉള്ളത്, നമുക്ക് ഈ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്നത് മത്തങ്ങയും ബ്രിഞ്ചോളും അങ്ങനെ ചുരുക്കം ചില ഇതേ കാണത്തുള്ളൂ. ടൊമാറ്റോയും ഒക്കെ ചേർത്ത് കഷ്ണങ്ങളൊന്നും അധികം കാണത്തില്ല. ചിലർ മുരിങ്ങയൊക്കെ ഇടും. അതുകൂടി ഇട്ടിട്ട് പിന്നെ ഇച്ചിരി ശർക്കര ചേർക്കും. അങ്ങനെയുള്ള സാമ്പാർ അവന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും അതിഷ്ടമാണ്.
അപ്പോൾ അത് ഉണ്ടാക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ ആ സമയത്ത് ചിലപ്പം മത്തങ്ങ കാണത്തില്ല. ഈ മത്തങ്ങ റേച്ചാൻ ഇപ്പോൾ ഈ സാമ്പാർ മിക്സ് ബാജിയായിട്ട് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അതിൻ്റെ അകത്തൊരു ചെറിയ കഷ്ണം ചിലപ്പോൾ മത്തങ്ങ കാണും. അല്ലെങ്കിൽ ചില സമയത്ത് മത്തങ്ങ അല്ലാതെ കൊണ്ടുവരും. അപ്പം ഞാൻ എന്തോ ചെയ്യുന്നോ ഇതിൻ്റെ കാര്യം ഓർക്കത്തില്ല. നമ്മളന്നേരം ഒരു ചോറിൻ്റെ കൂടെ ഒരു കറിക്ക് വേണ്ടി പയറും അതുകൊണ്ട് ഇട്ടൊരു കറി ഉണ്ടാക്കും. അപ്പോൾ ഇത് ഓർത്ത് നമ്മൾ വാങ്ങിച്ച് ഇതിനു വേണ്ടി സെപ്പറേറ്റ് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ഓർമ്മ വരും. അല്ലെങ്കിൽ ഈ ഓർമ്മക്കേടല്ലേ. ഈ തൈറോയ്ഡ് ഉള്ളവർക്ക് ഓർമ്മക്കുറവ് കൂടുതലുണ്ടെന്ന ഒരറിവ്. അപ്പോൾ ഇന്നാണെങ്കിൽ ഇന്ന് തന്നെ ഞാൻ അടുക്കളയിൽ നിന്ന് വന്ന് എന്തോത്തിനാ കൈക്കരത്തുണി കഴുകി ഞാൻ ഈ ബാൽക്കണി ജനലിൻ്റെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു വെളിയിൽ. അതെടുക്കാനാണ് വന്നത്. ഞാൻ ഈ മുറിയിലോട്ട് വന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൻ്റെ അവിടെ ഇന്ന് കുറേ നേരം നിന്ന് ധ്യാനിക്കുക. ഫ്രിഡ്ജിൽ നിന്ന് എന്തോ എടുക്കാനാണ് വന്നതെന്ന് പറഞ്ഞു. അടുക്കളയിൽ നിന്ന് ഇവിടെ വരെ മുറിയിൽ ലോട്ട് വന്നപ്പോഴത്തേക്കിനും മറന്നുപോയി. എന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടൊന്നും എനിക്കൊന്നും പിടികിട്ടിയില്ല. പിന്നെ ഞാൻ വീണ്ടും അങ്ങ് അടുക്കളയിൽ പോയി. അപ്പോൾ അടുക്കളയിൽ പോയപ്പോൾ വീണ്ടും ഓർമ്മ വന്ന് കൈക്കലത്തുണി എടുക്കാനാണ് വന്നതെന്ന്. അങ്ങനത്തെ സംഭവം ഉണ്ടായി. പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി സാമ്പാർ അടപ്പത്ത് ഒന്ന് വേകുമ്പോഴത്തേക്കിന് ഇനി അടുത്ത പരിപാടികളൊന്ന് പോയി ചെയ്യട്ടെ. അപ്പം നേരത്തെ ഇത്തിരി തൊമര ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഇനി ഇന്നലെ വാങ്ങിച്ച തൊമര ഇനി കുപ്പിയിലാക്കി വെക്കട്ടെ. അപ്പോൾ പ്രീസമ്മൻ കുളിക്കാൻ കയറിയേക്കുമായിരുന്നു. കുളിച്ചിട്ട് വന്നിട്ട് അടുക്കളയിൽ വന്ന് ഇത്തിരി കൊച്ചു വർത്താനം പറയാൻ വന്നതാണ്. അവൻ എന്തോ അതിൽ ഇച്ചിരി നേരം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് ഓരോന്ന് കാര്യം ഓരോ ഡൗട്ടൊക്കെ ചോദിക്കാനായിട്ട് വരും. നിസ്സാര കാര്യമായിരിക്കും. അവന് ഭയങ്കര സംശയങ്ങളാണ്. അവൻ്റെ സംശയങ്ങൾ കേട്ടാൽ നമുക്ക് ചിലപ്പോൾ അതിന് മറുപടി പറയാൻ പറ്റത്തില്ല. അന്നേരം മീൻ മത്തി ഇന്നാളി ഞാൻ വെട്ടിയത് ഇച്ചിരി വറക്കാനായിട്ട് വെച്ചായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞ് പരിഞ്ഞിലും ഉണ്ട്. പിന്നെ തല എടുത്തായിരുന്നു അന്ന്. ഞാൻ ചിന്തിച്ചു ഉച്ചയ്ക്ക് ഞാൻ ചോറുണ്ണുമ്പം തല വറുത്തിട്ട് തല ഇവരാരും കഴിക്കത്തില്ലല്ലോ. അപ്പോൾ അത് ഞാൻ എടുത്തൊന്ന് വറക്കാമെന്ന് വെച്ച് വറുത്തിട്ട് വൈകിട്ടത്തേക്കിന് ഇവർക്ക് ഫുഡിന് മതിയല്ലേ മീൻ. അതുകൊണ്ട് അത് ഇച്ചിരി സാവകാശം വറുത്താലും മതി. അപ്പം ഞാൻ ഇച്ചിരി ആ കുഞ്ഞ് കുഴിയൻ്റെ അകത്ത് വറക്കാമെന്ന് വെച്ച്. എന്നിട്ട് തല വറുത്ത് കഴിഞ്ഞിട്ടുള്ള ഓയിലെടുത്ത് മീൻ വറക്കാമെന്ന് വെച്ച്. അപ്പം സാമ്പാറൊക്കെ വെന്ത് വന്ന് അതൊക്കെ ഒന്ന് കലക്കിയെടുത്തിട്ട് ഇനിയും കടുകൂടെ വറുത്താൽ മതി. സാമ്പാറും മീൻ വറുത്തതുകൂടൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഒരിടയ്ക്ക് എൻ്റെ സ്ഥിരം സാറ്റർഡേയിലെ ഫുഡാണ്. അന്ന് സൺഡേയിലത്തേക്കൂടെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം സൺഡേയിൽ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വേണം. കൂടുതലും ഇപ്പം ഞാൻ എന്തെങ്കിലും വന്നിട്ട് ഈ ചിക്കനൊക്കെ ഇച്ചിരി ഉണ്ടെങ്കിൽ അങ്ങനെ കാണാം പുലാവ് റൈസ് പോലൊക്കെ ഉണ്ടാക്കും. അല്ലെങ്കിൽ പിന്നെ ഇവന്മാർക്ക് ഒരു ദിവസം ഇടയ്ക്കെങ്ങാണം നൂഡിൽസ് വാങ്ങിച്ചു കൊടുക്കും. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഇതിന് കടുകൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ പറയാൻ വന്ന കാര്യം സൺഡേയിലൂടെ അന്ന് സാറ്റർഡേ ദിവസം എൻ്റെ സെയിം മെനു ആയിരിക്കും. സാമ്പാറും ചെറുപയർ തോരനും മീൻകറിയും ഇതായിരിക്കും കൂടുതലും. അപ്പോൾ ഇച്ചിരി കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് സാറ്റർഡേയിലും സൺഡേയിലത്തേക്കിനും അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല ഏതാണ്ട് ഇങ്ങനെ ഈ കടുക് വറുക്കുന്ന ഇതിൻ്റെ അകത്ത് ഞാനിങ്ങനെ ഇച്ചിരിയും ഓയിൽ മതി അതിൻ്റെ അകത്ത്. നിങ്ങൾക്ക് കാണുമ്പോൾ അതിലൊത്തിരി ഉണ്ടെന്ന് തോന്നും. കാരണം ഇങ്ങനെ കുഴുവനായതുകൊണ്ട് അതിലൊരിച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ മുങ്ങിക്കിടക്കുമ്പോൾ അല്ലാതെ എനിക്ക് വറുത്താൽ എനിക്ക് തല അത്ര ഇഷ്ടമല്ല. നമ്മൾ ഈ മീൻ വറക്കുന്നത് പോലെ പാനിലിട്ട് ഇങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. അപ്പം നല്ല കഴിക്കാൻ. എന്നിട്ട് ആ തല വറുത്ത് കഴിഞ്ഞിട്ട് ആ എണ്ണ എടുത്താൽ ഞാൻ മത്തി വറുക്കാനെടുത്തത്. നല്ല ഇച്ചിരി നെയ്യുള്ള മത്തിയായിരുന്നു. അങ്ങനെയുള്ള മത്തി കഴിക്കാൻ നല്ല, പക്ഷേ മുറിയൊക്കെ സ്മെല്ലായിരിക്കും. അപ്പം ഞാൻ മീനൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ രാത്രിയിൽ ഞാൻ ഇന്നലത്തെ നമ്മുടെ സ്പെഷ്യൽ പപ്പടം ഉണ്ടല്ലേ അതുകൂടെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം സാമ്പാറും മീൻ വറുത്തതും സ്പെഷ്യൽ റാഗി പപ്പടവും തോരനും. അപ്പോൾ അടിപൊളി ഊണായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ
വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.